ശരത്ലാൽ കൂടെ ഡൽഹിയിൽ നിന്ന് ചേരും. ശരത്ത്, വലിയ അപകടമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. നിശ്ചയമായിട്ടും രാജ്യത്തിൻ്റെ വലിയ സംവിധാനങ്ങളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. എന്ത് വിവരങ്ങളാണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്നത്? ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചുള്ള വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. കാരണം ഈ ഷിപ്പിലുള്ള എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് വളരെ അടുത്തു തന്നെ എന്ന് പറയേണ്ടത്. അതായത് കേരള തീരത്ത് നിന്ന് 100 കിലോമീറ്റർ 110-100 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം എന്നാണ്. അതായത് 45 നോട്ടിക്കൽ മൈലിന് അകത്താണ് ഈ കപ്പൽ മുങ്ങുന്നത്, അല്ലെങ്കിൽ കപ്പൽ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നേവിയുടെയോ കപ്പലുകളോ അടുത്തുള്ള കപ്പലുകളോ എത്തിയിട്ടില്ല. അതുതന്നെ ഈ ദുരന്തത്തിന് ഈ അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന ഒരു യഥാർത്ഥ വിവരം അതുകൊണ്ട് തന്നെ നേവിക്ക് എത്തിയിട്ടില്ല. ഇന്ത്യൻ നേവി വൃത്തങ്ങൾ പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് പ്രദേശത്തേക്ക് ഇന്ത്യൻ സഹായം എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇതിപ്പോൾ വ്യോമ നിരീക്ഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അതിലേക്ക് കൂടുതൽ കപ്പൽ, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്ന കപ്പലുകൾ നേവിയുടെ എത്തിയാൽ മാത്രമേ ഈ ജീവനക്കാരെ രക്ഷിക്കാൻ കഴിയുള്ളൂ. സനീഷ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. ഇതിന് ഇന്ത്യൻ നേവിയാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കാരണം കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകളും ചെറിയ കപ്പലുകളാണ്. അത് എത്തുന്നത് കോസ്റ്റൽ കപ്പൽ ഒന്ന് ബേപ്പൂർ തുറമുഖത്തിലുള്ള ചെറിയ കപ്പൽ മാത്രമാണ്. കൊച്ചിയിൽ നിന്നുള്ള കുറച്ചും കൂടി രക്ഷാപ്രവർത്തന വലിയ കപ്പലുകൾ എത്തുന്നതിന് വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ബോംബെ തീരത്തിനടുത്തുള്ള സനീഷ നാവിക കപ്പലുകൾ ആ പ്രദേശത്തേക്ക് പോകുമെന്നാണ് ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, നന്ദി ശരത്ലാൽ. ആ വിവരങ്ങൾക്ക് സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിൻ, ഈ 40ഓളം ജീവനക്കാർ അതിനകത്തുണ്ട് എന്നാണല്ലോ പറയുന്നത്. അവരെ രക്ഷപ്പെടുത്തുക എന്തായിരിക്കും നിശ്ചയമായിട്ടും പ്രാഥമികമായിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അങ്ങോട്ടേക്ക് നമ്മുടെ സംവിധാനങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ആളുകൾ നമ്മുടെ തീരത്തോട് അടുത്താണ്. സമീപ ദിവസങ്ങളിലാണ് മറ്റൊരു വലിയ അപകടം സമാനമായത്. ഷിപ്പ് കടലിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെയുള്ള കാര്യം ഉണ്ടായത്. എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ? കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന സൂചനകൾ നമുക്ക് ലഭ്യമാണോ? സനീഷ, അതിവേഗത്തിൽ തന്നെ ജീവനക്കാരെ രക്ഷിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ നാവികസേനയുടെയും എല്ലാ കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും എല്ലാം പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് ചെറിയ അപകടമല്ല, വലിയ അപകടമാണ്. ചൈനീസ് കമ്പനിയാണ്, മദർഷിപ്പാണ് ഈ വന്നിരിക്കുന്നത്. 650ഓളം കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകളിൽ നിന്നും ഈ കപ്പലിൽ നിന്നും ഈ 50ഓളം കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് വീണിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ അപകടത്തിന് ചെറുതാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ തീപിടുത്തം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും കപ്പൽ വെള്ളത്തിലേക്ക് താണുപോകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ജീവനക്കാരെ അതിവേഗത്തിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ജീവനക്കാരെ അവിടെ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും നാവികസേനയ്ക്കോ കോസ്റ്റ് ഗാർഡിനോ അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. സനീഷ്, ചൈനീസ് കപ്പലിനാണ് തീപിടുത്തമുണ്ടായത്. ബേപ്പൂർ തീരത്ത് നിന്ന് 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടമുണ്ടായത്. കോഴിക്കോട്, കൊച്ചി തീരങ്ങളിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡുകൾ സംഭവസ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 40ലേറെ തീപിടിച്ച കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപകടത്തിൽപ്പെട്ടത് കൊളംബോയിൽ നിന്നുള്ള മുംബൈയിലേക്കുള്ള ചൈനീസ് ചരക്ക് കപ്പലാണ്. നമ്മുടെ തീരത്തിനടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. രക്ഷാദൗത്യത്തിന് നാവികസേനയുടെ സംഘം അങ്ങോട്ട് ഉടനടി തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് പക്ഷേ എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. 40ഓളം ജീവനക്കാരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരായിരിക്കും നിശ്ചയമായിട്ടും ഉണ്ടാവുക. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സംഭവസ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഡോണിയർ വിമാനങ്ങളും നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകളും സംഭവസ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അവിടേക്ക് എത്തി എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഉടനടി എത്തുമായിരിക്കും. കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറ് ഭാഗത്തായാണ് സംഭവം എന്നാണ് നമ്മൾ അറിയുന്നത്. 50 കണ്ടെയ്നർ വെള്ളത്തിൽ വീണു എന്നാണ് ആദ്യഘട്ടത്തിൽ വിവരം ലഭിക്കുന്നത്. 650ഓളം കണ്ടെയ്നറുകളുള്ള വലിയ ഷിപ്പാണ് എന്നാണ് ലഭിക്കുന്നവർ. ചില ജീവനക്കാർ കടലിലേക്ക് ചാടി എന്ന വിവരം കൂടെയുണ്ട്. അത് നിശ്ചയമായിട്ടും അതിവേഗത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തകർ, നമ്മുടെ നേവി അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉടനടി തന്നെ എത്തുമായിരിക്കും. അവിടെ നിന്ന് നാവികസേനയുടെ സംഘവുമുണ്ട്. ഈ വിവരം ഉടനടി തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 650ലേറെ കണ്ടെയ്നറുകളുണ്ട്. നേരത്തെ നമുക്കറിയാം, തൊട്ട് അല്പദിവസം മുമ്പാണ് കണ്ടെയ്നർ ഷിപ്പ് മറിഞ്ഞ് ഈ കണ്ടെയ്നറുകൾ കടലിൽ വന്നടിയുന്ന, കടലിൽ വീണുപോകുന്ന, അതേ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് രണ്ടാമത് ഇങ്ങനെയൊരു അപകടം കൂടെ ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുക എന്നത് പിന്നീട് ദീർഘകാലത്തേക്കുള്ള അപകടമാണ്. പക്ഷേ ഇപ്പോൾ ആ 40 പേരുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നതാണ് പ്രാഥമികമായ ദൗത്യം. നാവികസേനയും മറ്റ് സംവിധാനങ്ങളും, കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് ഡോണിയർ വിമാനങ്ങളിലടക്കം നമ്മുടെ സംവിധാനങ്ങൾ, ആളുകൾ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്.